എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെറും 10 മിനിറ്റിനുള്ളിൽ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു തരിവാഴയ്ക്ക കാച്ചിയതാണ്. നോമ്പിൻ്റെ ആ ഒരു ക്ഷീണവും ദാഹവും ഒക്കെ മാറാൻ സഹായിക്കുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പം നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു നേന്ത്രപ്പഴമാണ്. ഇതിലേക്ക് നമ്മൾ നേന്ത്രപ്പഴം എടുക്കുമ്പോൾ നല്ല പാകത്തിന് പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയൊരു പച്ച കറച്ചവയൊക്കെയുള്ളൊരു നേന്ത്രപ്പഴം നമ്മൾ എടുക്കരുത്. നല്ല പാകത്തിന് പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം തന്നെ നമ്മൾ ഇതിലേക്ക് നോക്കിയിട്ട് എടുക്കുക. ഇനി നമുക്ക് ഈ ഒരു നേന്ത്രപ്പഴം ഇത് കണ്ടില്ല ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഈ ഒരു നേന്ത്രപ്പഴം ഫുള്ള് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 3-4 മിനിറ്റോളം നമ്മൾ ഈ ഒരു നേന്ത്രപ്പഴം ഇതിലിട്ടൊന്ന് വാട്ടിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഒരു 3-4 മിനിറ്റോളം ഞാനൊന്ന് വാട്ടിയെടുത്തിരിക്കുന്ന നേന്ത്രപ്പഴമാണ്. ഇത് നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്ന് കോരി മാറ്റിയേക്കാം. വീണ്ടും ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതൊരു 8ഓളം ചെറിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി ഇതുപോലെ ചെറിയതാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്നതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ടെടുക്കുക. നന്നായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഇളക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും ചെറിയ ഉള്ളി അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വരണം. ചെറിയൊരു ഗോൾഡൻ കളറായിട്ട് ഇതുപോലെ വരുന്ന സമയത്ത് ഇനി വേണ്ടത് ഇതുപോലെ കുറച്ച് കാഷ്നട്ട് ആണ് കേട്ടോ. നമുക്കിത് എത്രത്തോളം കുടിക്കുന്ന സമയത്ത് ആ ഒരു കാഷ്നട്ട് കടിക്കാൻ വേണോ അതിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാഷ്നട്ടും അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇത് കുറച്ച് ഉണക്കമുന്തിരിയാണ്. ഇതുപോലെ ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുണ്ടല്ലോ ഒരു ഉണക്കമുന്തിരി നന്നായിട്ട് ഫ്രൈ ആയിട്ട് ഇതുപോലെ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 1 ലിറ്റർ അളവിൽ പാലാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഫുൾ ഫാറ്റ് പാലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ലിറ്റർ അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫുൾ ഫാറ്റ് പാലായതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഞാൻ 1 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നിങ്ങൾ വെള്ളം ചേർത്തിട്ടുള്ള പാലാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഇനി എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫുൾ ഫാറ്റ് പാലാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇതുപോലെ. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഇളക്കി ആ ഒരു പാലൊന്ന് ചൂടായിട്ട് വരണം കേട്ടോ. പാല് നന്നായിട്ട് ഇതുപോലെ ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയാണ് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മുടെ ഒരു മധുരത്തിനനുസരിച്ച് ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ റവയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് വറുത്ത റവയാണ് കേട്ടോ. ഇതിലേക്ക് വറുക്കാത്ത റവ വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. റവ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് 5 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. 1 ലിറ്റർ പാലിന് കറക്റ്റ് 5 ടേബിൾ സ്പൂൺ അളവിൽ റവ കറക്റ്റാണ് കേട്ടോ. ഇതിന് നമ്മളിതിലേക്ക് മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കരുത്. ഇതുപോലെ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇങ്ങനെ നമ്മൾ കുറച്ച് റവ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഇത് കട്ടയൊന്നും കട്ടത്തില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ഇളക്കി എടുക്കാൻ പറ്റും കട്ടയൊന്നും കട്ടാതെ. അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ നമ്മൾ ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കുക. റവയും ചേർത്ത് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇനി നമ്മൾ വെച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇനി നമുക്കൊന്ന് ഇളക്കിയിട്ട് എടുക്കാം. റവയും ചേർത്തിട്ട് നമ്മൾ പിന്നെ ഒരുപാട് സമയം ഇട്ടത് ഇളക്കേണ്ട ആവശ്യം വരില്ല. റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത്യാവശ്യം നന്നായിട്ട് കുറുകി വരും കേട്ടോ. 1 കപ്പ് പഞ്ചസാര എടുത്തതിൽ ബാക്കി വന്ന ഒരു പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. റവ ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് കുക്കായി ഇത് കണ്ടില്ലേ ഈ ഒരു പാകത്തിന് നമുക്കൊന്ന് കുറുകി വരുന്ന സമയത്താണ് നമ്മൾ നേരത്തെ വാട്ടി വെച്ചിരിക്കുന്ന ആ ഒരു നേന്ത്രപ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് ആ ഒരു നേന്ത്രപ്പഴം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ടെടുക്കുക. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് സമയം നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും തന്നെ ഇത് കണ്ടില്ല അത്യാവശ്യം നമുക്ക് ഈ ഒരു പരുവത്തിനൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടല്ലോ ഒരുപാട് അങ്ങ് കുറുകി അങ്ങ് പോകാതെ ഈ ഒരു പാകമായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മളിത് വീണ്ടും റൂം ടെമ്പറേച്ചറിൽ വെക്കുന്ന സമയത്ത് വീണ്ടും ഇത് ഒരുപാട് അങ്ങ് കുറുകി അങ്ങ് പോകും. അപ്പോൾ ഇതുണ്ടല്ലോ കറക്റ്റ് ഈ ഒരു പാകമായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. സാധാരണ നമ്മൾ റവ മാത്രം ഇട്ട് കൊടുത്തിട്ട് തരി കാച്ചിയത് ഉണ്ടാക്കിയെടുക്കാറുള്ളതാണ്. ഇതുപോലെ നമ്മൾ നേന്ത്രപ്പഴവും കൂടി നെയ്യിൽ വാട്ടിയിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഒരു തരി കാച്ചിയതിനെക്കാട്ടിലും ഇരട്ടി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു തരി വാഴയ്ക്ക നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മളിത് റൂം ടെമ്പറേച്ചറിൽ വെക്കുന്ന സമയത്ത് കുറച്ചും കൂടി അങ്ങ് കുറുകി പോയിന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കറക്റ്റ് ആ ഒരു പാകത്തിന് നമ്മളൊന്ന് അയച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ നോമ്പുതുറയിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഐറ്റം തന്നെയാണ് തരി കാച്ചിയത്. ഇതുപോലെ നമ്മൾ നേന്ത്രപ്പഴം കൂടി ഇട്ട് ചെയ്യുമ്പം ഇരട്ടി ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ തരി കാച്ചിയത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.
ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്നറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.